എല്ലാവർക്കും നമസ്കാരം. പത്മശ്രീ ഭരത് മമ്മൂട്ടി കി, ഭരത് പത്മശ്രീ മമ്മൂട്ടി കി, പത്മശ്രീ ഭരത് മമ്മൂട്ടി കി. ഈ ജൈവിളികൾ അർഹതയില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. ഐതിഹാസിക കഥാപാത്രങ്ങൾ, സാങ്കല്പിക കഥാപാത്രങ്ങൾ, പുരാണത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഇതിഹാസ കഥാപാത്രങ്ങളാണ്. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പോയാൽ ഷെർലക് ഹോംസ്, ഫാന്റം, മജീഷ്യൻ മാൻഡ്രേക്ക്, ഈ കഥാപാത്രങ്ങളും നമ്മൾ ആരും കണ്ടിട്ടില്ല. എത്രയോ തലമുറകൾ കണ്ടിട്ടില്ല. ഇവർ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളല്ല. അതുപോലെ തന്നെ പുരാണങ്ങളിലുള്ള കഥാപാത്രങ്ങൾ, അത്തരം കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇതിഹാസ കഥാപാത്രങ്ങൾ, ശ്രീ മമ്മൂട്ടി അഭിനയിച്ച ഇതിഹാസ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അഥർവം എന്ന ചിത്രത്തിലെ അനന്തൻ, ഇലവങ്കോട് ദേശത്തിലെ ജാതവേദൻ, 1921 എന്ന ചിത്രത്തിലെ ഖാദർ, ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ ചന്തു, പഴശ്ശിരാജയിലെ പഴശ്ശിരാജ. ഈ കഥാപാത്രങ്ങളെ നമ്മുടെ അനുഗ്രഹീത നടൻ നേരിട്ട് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ പുനരുജ്ജീവിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഒരു ഇതിഹാസ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആംഗികം, ആഹര്യം, വാച്യം എന്നീ അഭിനയ സങ്കേതങ്ങൾ വളരെ വ്യക്തമായി നിശ്ചയമുള്ള ഒരു അഭിനേതാവിന് മാത്രമേ അത് സാധ്യമാകൂ. അത് അനുഗ്രഹീത നടൻ മമ്മൂട്ടിക്കുണ്ട്. ഘനഗംഭീരമായ ശബ്ദം, ആകാര സൗഷ്ഠവം, വ്യക്തമായ വ്യാകരണത്തെക്കുറിച്ചുള്ള, ഭാഷയുടെ വ്യാകരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം, ഉച്ചാരണ ശുദ്ധി, ശബ്ദത്തിലെ ആരോഹണ അവരോഹണ ക്രമീകരണങ്ങളിലൂടെ ഒരു മാസ്മര പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ശബ്ദത്തിന്റെ ഉടമസ്ഥൻ. അതിലുപരി വീര്യം, രൗദ്രം എന്നീ രസങ്ങളെ വളരെ വ്യക്തമായി ആ കഥാപാത്രത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിഹാസ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സാധിക്കൂ. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയിൽ ശ്രീ മമ്മൂട്ടി അല്ലാതെ മറ്റൊരു വ്യക്തിയില്ല എന്നുള്ളതാണ്. ചെമ്പ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ, വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിയമപരീക്ഷ പാസ്സായ ശേഷം കോർട്ടിൽ പോകാതെ, ഒരു കേസിനും പോകാതെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അഭിനയത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു നല്ല കലാകാരനാണ്. മലയാള സിനിമയുടെ സമ്പത്താണ്, മലയാള സിനിമയുടെ അനുഗ്രഹമാണ് ഈ അതുല്യ നടൻ. നിരവധി ചിത്രങ്ങളിൽ ഞാനും മമ്മൂട്ടിയും സഹകരിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സഹകരണം നൽകുകയും അതിലുപരി കഥാപാത്രത്തെക്കുറിച്ച്, തന്റെ അടുത്ത് നിൽക്കുന്ന കഥാപാത്രത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മളോട് അദ്ദേഹത്തിന്റെ ആശയം പറയുകയും അതിലുപരി ആ കഥാപാത്രത്തിന്റെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുവാനുള്ള അപാരമായ കഴിവുമുള്ള ഈ നടൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ സ്വന്തം മമ്മൂട്ടി തന്നെയാണ്, നമ്മുടെ മാത്രം സ്വന്തം മമ്മൂട്ടി. കലയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ അതുല്യ കലാകാരൻ നീണാൾ വാഴട്ടെ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളൂ. അക്കൂട്ടത്തിൽ ഞാനും നീണാൾ വാഴുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇനിയും മമ്മൂട്ടിയായിട്ട് ഒരുപാട് ചിത്രങ്ങൾ അഭിനയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും അദ്ദേഹം 2-3 പടം എനിക്ക് തന്നിരിക്കും. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള വിജയം ആശംസിച്ചുകൊണ്ട് ഈ അനശ്വര കലാകാരനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു സഹപ്രവർത്തക നിലയ്ക്കും ഒരു സുഹൃത്ത് എന്ന നിലയ്ക്കും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഐ വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്. Thank you so much, sir, for those pleasing words.